ഇത്തരത്തിലുള്ള ഒരു പെർവേർട്ടഡായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറച്ചുണ്ടാവും സ്വാഭാവികത്തിൽ ഈ സേനയെ നശിപ്പിക്കാൻ വേണ്ടി. അതായത് സേനയുടെ സൽപ്പേരുണ്ട്. കേരള പോലീസ് നല്ലൊരു സൽപ്പേരുള്ള പോലീസ് ഏജൻസിയാണ്. പക്ഷെ അതിൽ ആ സേനയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കുറച്ച് പെർവേർട്ടഡായ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച് നടപടി എടുക്കുന്ന ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇത് വളരെ ആശങ്കയും വളരെ നമുക്കൊക്കെ ദേഷ്യവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വന്തം സഹപ്രവർത്തകയുടെ തന്നെ ക്യാമറ ഒളിക്യാമറ വെച്ച് പകർത്തുക എന്ന് പറയുമ്പോൾ അതിൽ ചീപ്പായ അതിലും താണ ഒരു പ്രവൃത്തി, ഒരു മ്ലേച്ഛമായ പ്രവൃത്തിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് എന്ന് പറയാൻ തന്നെ നമുക്കൊക്കെ നാണക്കേടാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞു പിടിച്ച് അവരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തു കളയേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെയാണെങ്കിൽ ഇപ്പൊ വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് അയാളെ നടപടിയെടുത്തിട്ടുണ്ട്, അയാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അയാൾ റിമാൻഡിലാണെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അത് മാത്രം പോരാ, ഇത് ഡിപ്പാർട്ട്മെന്റിൽ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്ത് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഡിപ്പാർട്ട്മെന്റിൽ പിരിച്ചുവിടണം. അതിന് പ്രൊവിഷൻ ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പുതിയ കേരള പോലീസ് ആക്ടിൽ പുതിയ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പണിഷ്മെന്റ് റൂൾ പ്രകാരം പുതുതായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരെ പേരിൽ യുക്തമായ ശരിയായ നടപടി എടുത്ത് ആ കേസ് കൺവിക്ഷൻ ആവുന്ന മുന്നേ തന്നെ അവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. അത്തരത്തിലുള്ള നടപടി ഇതിൽ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള പുഴുക്കത്തുകൾ ഒരുപാടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മേലുദ്യോഗസ്ഥന്മാരുടെയും ഇതിന്റെ ഹൈറാർക്കിയിലെ സീനിയർ ഓഫീസേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ പല ജില്ലകളിലും ഇത്തരത്തിൽ ഉണ്ടാവായിരിക്കും. ഇനിയിപ്പം പല സ്റ്റേഷനിലും എല്ലാ സ്റ്റേഷനുകളിലും ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വസ്ത്രം മാറാൻ വേണ്ടി ഒരു റൂം അവർക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ പരിശോധിക്കേണ്ടി വരുമായിരിക്കും. കാരണം നമുക്കറിയില്ല ഏത് ടൈപ്പ് ആൾക്കാരാണ് ആരാണ് എന്ന്. അപ്പൊ പോലീസ് ഇത്തരത്തിലുള്ള ആൾക്കാരെ നിയമപരമായ നടപടികളിലൂടെ പോലീസിന് പുറത്താക്കാൻ വേണ്ടി ഈ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നടപടിയിലേക്കൊക്കെ കടക്കുമ്പോഴും ഇതിപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്, സസ്പെൻഷനിലായിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിയമിക്കുമ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ക്ലാസ് എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടതല്ലേ? ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരു വനിതാ സഹപ്രവർത്തകയാണ് ഇത്തരത്തിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ നോക്കുന്നത്. ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ നഗ്ന ദൃശ്യങ്ങളെല്ലാം അവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളൊരു ഭീഷണിയും കൂടി ഇയാളുടെ വക നടത്തിയിട്ടുണ്ട്. ഇത്തരക്കാരെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇനിയും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ പുറത്തു വന്നത് ഇത്തരം കേസുകൾ മാത്രമാണെന്ന് നമുക്ക് കരുതാം. ഇവരെയൊക്കെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക? കാരണം ഒരു സ്ത്രീ വിഷയം അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയാൻ പോകുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇത് ഇത്തരക്കാരോടൊക്കെ പറയേണ്ടി വരുമ്പോൾ ഇവർ തന്നെ ഇതിലൊരു കുറ്റക്കാരാകുമ്പോൾ പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്കുള്ള ആളുകൾക്കൊക്കെ ഒരു നിയമം അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒരു രക്ഷ അത് എവിടെ പോയാൽ നമുക്ക് ഈ പരാതികളൊക്കെ കൊടുക്കാൻ കഴിയുക? താങ്കൾ പറയുന്നത് പൂർണ്ണമായും ഞാൻ ശരിവെക്കുന്നത്. കാരണം ഇത് കുറുന്തോട്ടിക്ക് വാദം പിടിച്ച മാതിരിയാണ്. ജനങ്ങൾ വളരെ ആശയോടെ ആകാംക്ഷയോടെയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ വനിതകൾ പോകും, ചെറുപ്പക്കാർ പോകും, പല ആൾക്കാരും എപ്പോഴും ആക്സസ് ഉള്ള ഒരു സാധനമാണ് പോലീസ് സ്റ്റേഷൻ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇത്തരത്തിലുള്ള നരതാമന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാമവെറിയന്മാർ ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീജനങ്ങൾക്കൊക്കെ അവിടെ പോകാൻ ഭയം തോന്നും. അപ്പൊ ഇത് ഒരു പോലീസ് സ്റ്റേഷന്റെ കാര്യമാണ്. ഇത് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെയാണെന്നല്ല നമ്മൾ ആരും പറയുന്നില്ല. പക്ഷെ ഈ പോലീസിലത്തെ ഇത്തരത്തിലുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് പുറത്താക്കിയില്ലെങ്കിൽ പോലീസിന് ഇന്നുള്ള സൽപ്പേര് നഷ്ടപ്പെടും. അതിന് തയ്യാറാണോ നമ്മൾ ഡിപ്പാർട്ട്മെന്റാണ്. ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഓഫീസേഴ്സ് ഇങ്ങനെ ഉറക്കത്തടിച്ച് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസിലുണ്ടെന്നും ഇതുപോലെ സ്വന്തം സഹപ്രവർത്തകരുടെ കാര്യങ്ങളിനെ ഒളിക്യാമറ വെച്ച് നിൽക്കുന്ന സഹപ്രവർത്തകരുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട സമയം നമ്മൾ അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് മതിയായ നടപടികൾ എടുക്കാൻ മടിക്കുന്നത് കൊണ്ടായിരിക്കാം. നമ്മളിപ്പോ ഈയിടെ ഒരു വാർത്ത കണ്ടു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേറൊരു സ്ത്രീയുടെ അവരുടെ അനുവാദം കൂടാതെ അവരുടെ ഫോൺ റെക്കോർഡ് എടുത്തു. അതിന്റെ മുകളിൽ പണിഷ്മെന്റ് വന്നപ്പോൾ ലാസ്റ്റിൽ ഗവൺമെന്റ് അയാളെ എക്സോണറേറ്റ് ചെയ്തു, ഗവൺമെന്റ് അയാളെ സഹായിച്ചു എന്നാ പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള ഇല്ലീഗലായ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമ്പോൾ അവരെ ഒരു കാരണവശാലും ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരെ സഹായിക്കരുത്. അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ നടപടിയെടുക്കണം. ആ നടപടി എന്ന് മാത്രമല്ല അവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ പുറത്താക്കണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പല പ്രൊവിഷൻസും ഉണ്ട്. അപ്പൊ അതിന് വളരെ വാർ ഫൂട്ടിങ്ങിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ
ഈ പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ പോലീസിനെ വിശ്വസിക്കാനും സ്ത്രീജനങ്ങൾക്കും ഇതുപോലെ ആൾക്കാർക്കും പോലീസിനെ സമീപിക്കാനും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കാനും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ വളരെ ഒരു ചുരുങ്ങിയ പോയിന്റ്, അതായത് ഒരു 5% താഴെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ പോലീസിലുള്ളത്. ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ വളരെ വളരെ കുറവാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വളരെ സത്യസന്ധരും നീതിമാന്മാരും കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകണമെന്ന് അതിയ ആഗ്രഹമുള്ളവരും സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും അവർക്ക് വേണ്ട ബഹുമാനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലീസ് ഓർഗനൈസേഷനാണിത്. അപ്പൊ ഇതിലുള്ള വളരെ ലിമിറ്റഡ് ആയ കുറച്ച് ആൾക്കാർ ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എല്ലാവരും ഒത്തുചേർന്ന് അത്തരത്തിലുള്ള കുഴിക്കുത്തുകളെ പുറത്തേക്ക് ചാടിച്ചുകൊണ്ട് അവർ ഡിപ്പാർട്ട്മെന്റ് തന്നെ പുറത്താക്കണം എന്നാണ് എനിക്ക്. അത്തരത്തിലുള്ള നടപടി എടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഡിപ്പാർട്ട്മെന്റ് സീനിയർ ഓഫീസേഴ്സും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹോം ഡിപ്പാർട്ട്മെന്റും വളരെ ശക്തിയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രവൃത്തി ഏറ്റെടുത്ത് അതിന് മതിയായ പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുത്ത് ഇതേപോലെയുള്ള ചെറിയ വിഭാഗത്തിൽപ്പെട്ട ഇതുപോലെയുള്ള പെർവേർട്ടഡ് ആൾക്കാരെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കി ഡിപ്പാർട്ട്മെന്റ് ശുദ്ധീകരണം നടത്താണെന്ന് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.